വെൽക്കം ബാക്ക്. നിങ്ങൾ ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്റെ പേര് അനുജ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫെയർ ആൻഡ് കെയർ വിത്ത് അനുജ ഷിജിൽ. അപ്പൊ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബിഗിനേഴ്സ് മേക്കപ്പ് കിറ്റ് ആയിട്ടാണ്. അപ്പോൾ മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട്, അപ്പോൾ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞുകൂടെയെങ്കിൽ ഞാൻ ഓർഡറിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് തൊട്ടടുത്തൊരു കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതുകൊണ്ട് ഓളാക്കിടുക. പിന്നെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടി ഒന്ന് ഫോളോ ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇതാണ് ഗൈസ് ഒരു ബിഗിനർ ഡേയിൽ വേണ്ട മേക്കപ്പ് കിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എല്ലാം ഇതുപോലൊരു ബോക്സിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്ന് ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പൊ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. ഓക്കെ, അപ്പൊ ഗൈസ്, പൊതുവെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, കുറച്ചെങ്കിലും ഒരു താല്പര്യം ഉണ്ടായിരിക്കും. പക്ഷെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഏതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചൊരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാവും. അത് ബിഗിനർ ആകുമ്പോൾ ഒട്ടും പറയണ്ടല്ലോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന ഈ ഒരു ബിഗിനർ മേക്കപ്പ് കിറ്റില് ഒരു 200-ന് ബിലോ ആയിട്ടുള്ള പ്രൈസിലുള്ള സാധനങ്ങൾ മാത്രമാട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഒക്കെ നമ്മൾ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഏതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നൊക്കെ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാനിത് പറഞ്ഞു തരാം. പിന്നെ ഇതിലോ സ്കിൻ കെയർ എന്ന് പറയുന്ന ഒരു കാര്യമേ ഉൾപ്പെടുത്തുന്നില്ല, ഓൺലി മേക്കപ്പ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് വേണ്ടത്, നമ്മളൊരു മേക്കപ്പ് നമ്മൾ തുടങ്ങുന്ന, അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫേസിൽ സ്കിൻ കെയർ ഒക്കെ ചെയ്തതിന് ശേഷമുള്ള കാര്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ഫേസിൽ വേണ്ടത് ഒരു പ്രൈമറാണ്. നമ്മൾ നമ്മുടെ ഫേസിനെ ഒന്ന് ഫസ്റ്റ് കവർ ചെയ്യുന്നത്, അതായത് സ്കിൻ കെയർസ് ഒക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മുടെ ഫേസിനെ കവർ ചെയ്യുന്നത് ഇതുപോലുള്ളൊരു പ്രൈമർ യൂസ് ചെയ്തിട്ടായിരിക്കണം. ഇത് NYBയുടെ പ്രൈമർ ആട്ടോ. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിൽ 225 നാട്ടോ കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ 225-നൊന്നുമല്ല, ഇത് ഈ വീഡിയോയിൽ പറയുന്ന എല്ലാ പ്രൊഡക്ട്സിന്റെയും പ്രൈസ് എന്ന് പറയുന്നത് 200-നും താഴെയുള്ള പ്രൈസ് ആട്ടോ ഞാൻ പറയുന്നത്. പറ്റുകയാണെങ്കിൽ ഞാൻ നോക്കട്ടെ, ഇതൊക്കെ ഞാൻ കുറെ നാളുകൾക്ക് മുന്നേ വാങ്ങിയ കേട്ടോ. ഏകദേശം ഇത് കഴിയാറായി. ഇതിന്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ വാങ്ങാം. അപ്പോൾ ഇതാട്ടോ ഞാൻ കാണിക്കുന്ന ഫസ്റ്റ് പ്രൈമർ എന്ന് പറയുന്നത്. ഇതിൽ നിന്നാണ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുണ്ട് ബിഗിനർ ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ ഫസ്റ്റ് വേണ്ടത് ഒരു പ്രൈമർ ആണ്. ഇനിയും ഇതുപോലത്തെ പ്രൈമേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല എങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെൽ പ്രൈമറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അലോവേര പ്രൈമറായിട്ട് യൂസ് ചെയ്യാം. നല്ലൊരു പ്രൈമർ ആണ് അലോവേര. അടിപൊളിയായിട്ട് നമുക്ക് പ്രൈമറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രൈമേഴ്സ് ഒന്നും യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യം ഇല്ലെങ്കിൽ, ബിഗിനർ ആയിട്ടുള്ള ആൾക്ക് ഇത് യൂസ് ചെയ്താൽ എന്താവും എന്നൊക്കെ കുറച്ച് കൺഫ്യൂഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് അലോവേര ട്രൈ ചെയ്തതിന് ശേഷം ഇതുപോലത്തെ ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു എന്താ പറയാ പ്രൈമർ വാങ്ങി യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രൊഡക്റ്റ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് ഒരു ഫൗണ്ടേഷൻ ആണ്. അപ്പൊ ഇതാട്ടോ ഫൗണ്ടേഷൻ. ഇത് സ്റ്റേ കുക്കിയുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 165 രൂപയാട്ടോ. പക്ഷെ ഇതിലും കുറച്ച് പ്രൈസിനാണ്, ഇതിലും കുറഞ്ഞ പ്രൈസിനാട്ടോ ഞാൻ വാങ്ങിയത്. പേർപ്പിളിൽ നിന്നാണ് വാങ്ങിയത്. അപ്പൊ ഇതാട്ടോ ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത എന്റെ ഫൗണ്ടേഷൻ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് വന്നിട്ട് സാൻഡ് ഷെയ്ഡ് ആയിരുന്നു. കുറച്ച് ലൈറ്റർ ആണെങ്കിലും എനിക്ക് ബെറ്റർ ആയിട്ട് പോകുന്നുണ്ടായി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാനും അടിപൊളിയായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ ആണ്. ഇത് കഴിഞ്ഞു. അപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് നിങ്ങൾ ഫസ്റ്റ് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ സ്റ്റേ കുക്കി എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഫൗണ്ടേഷൻസ് ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ഷെയ്ഡിനനുസരിച്ചിട്ട്. കാരണം ഇത് അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഫൗണ്ടേഷൻ ആണ്. അപ്പൊ പ്രൈമർ യൂസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ യൂസ് ചെയ്യണം നമ്മുടെ കയ്യിൽ വേണ്ട സാധനം എന്ന് പറയുന്നത് ഒരു ഫൗണ്ടേഷൻ ആട്ടോ. ഓക്കെ, നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, പക്ഷെ ഫൗണ്ടേഷൻ പോലത്തെ എന്തെങ്കിലും ഒരു ക്രീം യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾ ഈ പോൺസിന്റെ BB ക്രീം മസ്റ്റ് ആയിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം നമ്മൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഇതുപോലത്തെ ഒരു BB ക്രീം യൂസ് ചെയ്തിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, ബട്ട് ഫൗണ്ടേഷൻ പോലത്തെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യണമെങ്കിൽ ഈ പോൺസിന്റെ BB ക്രീം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൈസ് ഇതിൽ 67 rupees ആട്ടോ ഇതിന്റെ പ്രൈസ്.
ഇത് വന്നിട്ട് 9 ഗ്രാമിന്റെ ഒരു പ്രൊഡക്റ്റ് ആണ്. വളരെ ചെറിയ ബോട്ടിലാട്ടോ, ട്യൂബാണ്. ഇത് എല്ലാം സെയിം ഷെയ്ഡാണ്, അങ്ങനെ വ്യത്യസ്ത ഷെയ്ഡൊന്നും ഇതിനില്ല. ബട്ട് നമുക്ക് എല്ലാവർക്കും ഇതങ്ങ് ഓക്കെ ആയി പോകുന്ന ഒരു ഷെയ്ഡാട്ടോ. വളരെ ലൈറ്റ് ആയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി എടുത്ത് മാത്രമേ ഫസ്റ്റ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും വേണ്ട സാധനമാണ്. ഓക്കെ ഗൈസ്, അടുത്തായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത് ഒരു കൺസീലർ ആട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്, ഇതിന്റെ പേരൊക്കെ പോയി ശരിക്കും പറഞ്ഞത്, ഇത് സ്ട്രേ കുക്കിയുടെ ഒരു സ്റ്റിക്ക് കൺസീലർ ആണ്. ഞാൻ ഫസ്റ്റ് ആയിട്ട് യൂസ് ചെയ്ത ഒരു കൺസീലർ എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേ കുക്കിയുടെ സ്റ്റിക്ക് കൺസീലർ, മിനി കൺസീലർ ആട്ടോ. ഇതിനും വളരെ അഫോർഡബിൾ ആയിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ള സ്റ്റേ കുക്കിയുടെ ഒരു സ്റ്റിക്ക് കൺസീലർ ആണ്. മസ്റ്റായിട്ടും ബിഗിനർ ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ കൺസീലർ ഉണ്ടായിരിക്കണം. കാരണം നമുക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്തില്ലെങ്കിലും നമുക്ക് കൺസീലർ യൂസ് ചെയ്തിട്ടാണെങ്കിലും പെട്ടെന്നുള്ള ഒരു മേക്കപ്പിന് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് വന്നിട്ടൊരു കൺസീലർ. നെക്സ്റ്റ് വന്നിട്ട് ബ്ലൂ ഹെവന്റെ ഒരു കൺസീലർ ആട്ടോ. ഇതും നല്ല അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ബ്ലൂ ഹെവന്റെ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉള്ള ഒരു കൺസീലർ. നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് കോമ്പാക്ട് പൗഡർ ആട്ടോ. അപ്പൊ ഞാനിവിടെ കാണിക്കുന്നത് ഇതൊന്ന് ലാക്മിയുടെ കോമ്പാക്ട് പൗഡർ ആണ്. കാരണം ഞാൻ യൂസ് ചെയ്തത് മാക്സിമം കഴിഞ്ഞ അതിന്റെ അങ്ങേയറ്റമായി ഗൈസ്. അപ്പം ഇത് കഴിഞ്ഞു. ഇനി ഇതിൽ കുറച്ച് പൊടിയും കൂടെ ബാക്കിയുള്ളൂ. അത് ഞാൻ ഊറ്റി എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡർ എന്ന് പറയുന്നത് ഈ ലാക്മിയുടെ ഈ ഒരു കോമ്പാക്ട് പൗഡർ ആണ്. ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു കോമ്പാക്ട് പൗഡർ. അപ്പോൾ ഇതാട്ടോ ഒന്ന്. ഇനി നിങ്ങൾക്ക് പേർപ്പിളിന്റെ ഒരു കോമ്പാക്ട് പൗഡർ ആട്ടോ ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് നല്ല അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഒരു കോമ്പാക്ട് പൗഡർ ആണ്. ഇനി നിങ്ങൾക്ക് കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, പൗഡർ ആയിട്ട് തന്നെ ഉള്ളത് യൂസ് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് എങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ടും ഈ ഒരു വൈറ്റ് ടോണിന്റെ പൗഡർ യൂസ് ചെയ്യാവുന്ന കേട്ടോ. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 75 റുപ്പീസ് ആണ്. അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പൗഡർ ആട്ടോ. ഇതിന്റെ സ്മെല്ലും അടിപൊളിയാട്ടോ, അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് മസ്റ്റ് ആയിട്ടും കയ്യിൽ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഒന്നുകിൽ കോമ്പാക്ട് പൗഡർ, ഇല്ലെങ്കിൽ ഇതുപോലത്തെ ലൂസ് പൗഡർ. അപ്പൊ എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ കോമ്പാക്ട് പൗഡർ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളത്, ഇതുപോലത്തെ കോമ്പാക്ട് പൗഡർ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടം ഉള്ളതെങ്കിൽ മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കയ്യിൽ ഒരു ബ്രഷ് ഉണ്ടായിരിക്കണം കേട്ടോ. ബാക്കി എന്ത് കാര്യത്തിനും ഇപ്പൊ ഫൗണ്ടേഷൻ ആണെങ്കിലും കൺസീലർ ആണെങ്കിലും നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് കോമ്പാക്ട് പൗഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ മസ്റ്റ് ആയിട്ടും ഒരു ബ്രഷ് നിങ്ങൾ യൂസ് ചെയ്യുക. ഇത് വെറ്റ് ആൻഡ് വൈൽഡിന്റെ ബ്രഷ് ആട്ടോ. നല്ല അത്യാവശ്യം നല്ല ബ്രാൻഡ് ആയിട്ടുള്ളൊരു ബ്രഷാണ്. ബട്ട് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഒരു ബ്രഷും ആട്ടോ. അപ്പൊ എന്തായാലും കോമ്പാക്ട് പൗഡർ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബിഗിനേഴ്സിന് മസ്റ്റ് ആയിട്ടും ഒരു ബ്രഷ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ലിപ്സ്റ്റിക് ആണ്. അപ്പൊ ഞാൻ 2 ലിപ്സ്റ്റിക് ആട്ടോ കാണിക്കുന്നത്. ഫസ്റ്റ് ഞാൻ ഈ NYBയുടെ ഈ ഒരു ന്യൂഡ് ഷെയ്ഡാട്ടോ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത്. NYBയുടെ ഇത് അടിപൊളി ഷെയ്ഡാണ്, കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കണം. ഇത് അടിപൊളി ഷെയ്ഡാണ്. ഷെയ്ഡ് പെപ്പി പിയേഴ്സൺ 1 ആട്ടോ ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത്, ഷെയ്ഡ് നമ്പർ 1. അത് അടിപൊളി ഒരു ലിപ്സ്റ്റിക് ആണ്. ഇത് അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന NYBയുടെ അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഞാൻ ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും, മസ്റ്റ് ആയിട്ടും വാങ്ങാം കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഇതൊരു സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് സ്റ്റെയിൻ മാറ്റ് ഓറഞ്ച് റെഡ് 208 എന്ന് പറയുന്ന ഷെയ്ഡ് വരുന്ന ഒരു അടിപൊളി ലിപ്സ്റ്റിക് ആണ്. ഇതൊരു ക്രയോൺ ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക് ആട്ടോ. ഇതിന്റെ ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാണ്. കുറച്ചുകൂടെ ലിപ്പിൽ നമ്മൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ എടുത്ത് കുറച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള, അങ്ങനെ ലിപ്സ്റ്റിക് ഇട്ട് നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് മസ്റ്റായിട്ടും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടു, നമ്മളൊരു ബിഗിനർ ആണ്, നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, ലിപ്സ്റ്റിക് ഇട്ടു, പക്ഷെ നമ്മൾ ലിപ്സ്റ്റിക് ഇട്ടത് ആരും അറിയാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഈ NYBയുടെ ഈ ലിപ്സ്റ്റിക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ ഗൈസ്, ഞാൻ നെക്സ്റ്റ് ആയിട്ട് കാണിക്കുന്നത് ഐ ഷാഡോ പാലറ്റ് ആണ്. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ അൾട്ടിമേറ്റ് ഷാഡോ പാലറ്റ് ആണ്. ഇതിൽ ഭയങ്കര ന്യൂഡ് ഷെയ്ഡ്സ് ആട്ടോ കൂടുതലായിട്ടുള്ള. ഇതിൽ കുറച്ച് ന്യൂഡ് ഷെയ്ഡ്സ് ഉണ്ട്, കുറച്ച് ഗിൽറ്ററി ഷെയ്ഡ്സ് ഉണ്ട്. ബട്ട് നമുക്ക് ഇതിലെ ന്യൂഡ് ഷെയ്ഡ്സ് ഒക്കെ വളരെ അധികം അടിപൊളിയായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ ഫസ്റ്റ് ഒരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് ഐ ഷാഡോ പാലറ്റ് യൂസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മസ്റ്റ് ബൈ എന്ന് ഞാൻ പറയുള്ളൂ കേട്ടോ.
പിന്നെ ഞാൻ കാണിക്കുന്ന വെറ്റ് ആൻഡ് വൈൽഡിന്റെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഐഷാഡോ പാലറ്റ് ആണ്. ഇതിൽ ഡെയിലി ബേസിസിൽ പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഷെയ്ഡ്സ് ആട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു ഷാഡോ പാലറ്റേ പറയുള്ളൂ കേട്ടോ. കാരണം നമ്മൾ അധികം അങ്ങനെ ഇട്ട് നടക്കാൻ ഒരു താല്പര്യം ആയി വരുന്ന ടൈമാണല്ലോ, നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ടൈമിൽ നമുക്ക് മസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഷാഡോ പാലറ്റ് ആണിത്. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ കളേഴ്സ് ഒക്കെ ഉള്ള ഒരു ഐഷാഡോ പാലറ്റ് ആണെങ്കിൽ അത് ഹ്യുദ ബ്യൂട്ടിയുടെ ഈ ഒരു ഐഷാഡോ പാലറ്റ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ കുറച്ച് ഗിൽറ്ററി ഷെയ്ഡ്സും മാറ്റ് ഷെയ്ഡ്സും ഒക്കെ ഉണ്ട്. അപ്പം കുറച്ചുകൂടി നമുക്ക് കൂടുതലായിട്ടും യൂസ് ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു ഹുദ ബ്യൂട്ടിയുടെ ഐഷാഡോ പാലറ്റ് ആണ്. എന്തെങ്കിലും നമുക്ക് ഐഷാഡോ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റാരും നമ്മൾ അത് ചെയ്തു എന്ന് അറിയാൻ പാടില്ലെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ ഇതുപോലത്തെ ഒരു ഷാഡോ പാലറ്റ് ഫസ്റ്റ് വാങ്ങി യൂസ് ചെയ്തിട്ട് മുന്നോട്ട് കൂടുതൽ ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഞാൻ മസ്റ്റായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ 2 ഐഷാഡോ പാലറ്റ് ആട്ടോ. നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഐബ്രോസ് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പൊ ഒരു ബിഗിനറിന്റെ കയ്യിൽ മസ്റ്റ് ആയിട്ടും ഇതുപോലൊരു ഐബ്രോ പെൻസിൽ ഉണ്ടാവണം. നമ്മൾ എന്തൊക്കെ നമ്മുടെ ഫേസിൽ ഇട്ടു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐബ്രോസ് കറക്റ്റ് ആയിട്ട് നമ്മളത് എഴുതിയില്ല, നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് ജസ്റ്റ് ഫില്ല് ചെയ്തെങ്കിലും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ഫേസിന് ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ആ ഒരു എന്താ പറയാ ഒരു പെർഫെക്ഷൻ കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മസ്റ്റ് ആയിട്ടും ഇതുപോലത്തെ ഒരു ഐബ്രോ പെൻസിൽ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ ഇതിന്റെ അറ്റത്ത് ഓൾറെഡി ഒരു ബ്രഷ് ഉള്ളതുകൊണ്ട് നമുക്ക് സെപ്പറേറ്റ് ബ്രഷിന്റെ ആവശ്യമില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെവലപ്പായിട്ട് ഉള്ളൊരു ഐബ്രോയുടെ ഒരു പെൻസിലാണ് വേണമെങ്കിൽ ബ്ലൂ ഹെവന്റെ ഐബ്രോ പെൻസിലാട്ടോ ഇത്. ഇവിടെ വന്നിട്ട് ഒരു സ്പൂളി ഉണ്ട്. പിന്നെ ഇവിടെ ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു ഐബ്രോസിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പെൻസിൽ ടൈപ്പ് ട്വിസ്റ്റ് ചെയ്തെടുക്കുന്നതുണ്ട്. അപ്പം ഇത് രണ്ടും അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. അതിലും കിടിലായിട്ട് അടിപൊളിയായിട്ട് കാണിക്കാൻ പോകുന്ന അടുത്തായിട്ടുള്ള ഒരു പൗഡർ കിറ്റ് ആണ്. ഇതും വളരെയധികം അഫോർഡബിൾ റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റും പൗഡർ കിറ്റ് ആട്ടോ. ഞാൻ മസ്റ്റ് ആയിട്ടും ബൈ ചെയ്യാൻ പറയുന്നത് ഇതാണ്. കാരണം നമുക്ക് വളരെ കാലം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുമല്ല നമുക്ക് ഇതില് 3 ഷെയ്ഡ്സ് കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ഉണ്ട്, ബ്രൗൺ ഉണ്ട്, ലൈറ്റ് ബ്രൗൺ ഉണ്ട്. പിന്നെ ഇതിലൊരു സ്പൂളി വന്നിട്ട് ഒരു ബ്രഷും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് കുറെ കാലം നമുക്ക് ഇത് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ നമുക്ക് കുറെ കാലം ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഞാൻ മസ്റ്റ് ആയിട്ടും ഇത് വാങ്ങാൻ പറയുന്നു. ഇനി അതുമല്ല നിങ്ങളോട് ഞാൻ ഈ ഒരു വെറ്റ് ആൻഡ് വൈൽഡിന്റെ ബിഗിനേഴ്സ് ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യാൻ താല്പര്യമുള്ളവരോടാട്ടോ ഞാൻ കൂടുതലായിട്ടും പറയുന്നത്. ഇതുപോലത്തെ ഒരു വെറ്റ് ആൻഡ് വൈൽഡിന്റെ ഐഷാഡോ പാലറ്റ് വാങ്ങിയാൽ നിങ്ങൾക്ക് ഈ ഒരു ഷെയ്ഡ് കണ്ടോ, ഈ ഷെയ്ഡിൽ നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ഷെയ്ഡിലൊക്കെ ലൈറ്റിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ 2 ഷെയ്ഡ്സിലൊക്കെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ്സിലൊക്കെ നമുക്ക് ഐബ്രോസ് എഴുതാൻ പറ്റുന്നതാണ്. ബട്ട് ഇത് നമുക്ക് ഐഷാഡോ പാലറ്റായിട്ടും ഐബ്രോ പാലറ്റായിട്ടും ഒക്കെ യൂസ് ചെയ്യാമെങ്കിലും ഞാൻ മസ്റ്റ് ആയിട്ടും ഇതുപോലെ ഒരു ഐബ്രോ പാലറ്റ് നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഒരുപാട് കാലം നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം മസ്റ്റ് ആയിട്ടും ഇത് ബൈ ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ഇനി ഇങ്ങനത്തെ ഒന്നും വാങ്ങാൻ താല്പര്യമില്ല, സാധാ പോലത്തെ മതി, സ്റ്റാർട്ടിങ് അല്ലേ എന്നൊക്കെ വിചാരിക്കുന്ന എങ്കിൽ മസ്റ്റായിട്ടും ഇത് നിങ്ങൾക്ക് ബൈ ചെയ്യാവുന്ന കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ നെക്സ്റ്റ് ആയിട്ട് വേണ്ടത് മസ്കാര ആട്ടോ. മസ്റ്റ് ആയിട്ടും നിങ്ങളുടെ കയ്യിൽ മസ്കാര ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഇപ്പോ കൂടുതലായിട്ട് നമ്മുടെ ഫേസിൽ മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല. ബട്ട് നമ്മുടെ കാജലൊക്കെ ഒന്ന് എഴുതിയിട്ട് നമ്മുടെ ഐലാഷസ് ഒക്കെ ഒന്ന് അടിപൊളിയായിട്ട് വിടർന്നൊക്കെ ഇരിക്കാൻ വേണ്ടി മസ്കാര എന്തായാലും വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്തായാലും മസ്കാര നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഫസ്റ്റ് കാണിക്കുന്നത് ഡാസ്ലറിന്റെ മസ്കാരയാണ്. സെക്കൻഡ് വൺ വന്നിട്ട് ഹൈപ്പർ കേൾ മസ്കാരയാട്ടോ, നമ്മുടെ മേബിലിന്റെ ഹൈപ്പർ കേൾ മസ്കാരയാണ്. ആൻഡ് തേർഡ് വൺ വന്നിട്ട് ബ്ലൂ ഹെവന്റെ മസ്കാരയാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ബ്ലൂ ഹെവന്റെ മസ്കാരയാണ് ഞാൻ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് കൂടുതലായിട്ടും സജസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ പൈസ, അതായത് കുറച്ചുകൂടെ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വാങ്ങാൻ താല്പര്യമുള്ളവരാണെങ്കിൽ മസ്റ്റ് ആയിട്ടും ഈ മേബിലിന്റെ ഹൈപ്പർ കേൾ മസ്കാര ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇത് അടിപൊളി മസ്കാരയാട്ടോ. പിന്നെ വന്നിട്ട് അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഡാസ്ലറിന്റെ മസ്കാരയും മസ്റ്റായിട്ടും. ഇതിൽ ഏതിലൊക്കെ ഒരു മസ്കാര നിങ്ങളുടെ കയ്യിൽ മസ്റ്റായിട്ട് ഉണ്ടായിരിക്കണം. കാരണം നമ്മൾ ഫസ്റ്റ് ഒക്കെ നമ്മൾ മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മസ്കാരയൊക്കെ നമ്മൾ യൂസ് ചെയ്ത് എന്താ പറയുക, നമുക്കൊരു ഇൻട്രസ്റ്റ് അല്ല അതൊക്കെ യൂസ് ചെയ്യാനായിട്ട്. അപ്പൊ ബിഗിനർ ആയിട്ടുള്ള ഒരു മേക്കപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളുടെ കയ്യിൽ മസ്റ്റായിട്ടും മസ്കാര ഉണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നെക്സ്റ്റ് ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ കാജലുകളാണ്. ഇത് വന്നിട്ട് ഡാസ്ലറിന്റെ കാജലാണ്. ആൻഡ് ഇത് വന്നിട്ടും ഡാസ്ലറിന്റെ കാജലാണ് ഗൈസ്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ കയ്യില് ഇപ്പൊ ഈ 2 കാജലുള്ളൂ, മറ്റു കാജലൊക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ ഒരുപാട് കാജൽസ് ഉണ്ട്, കൊളോസൽ കാജൽസ് ഉണ്ട്, പിന്നെ ലാക്മിയുടെ കാജൽ, എന്റെ ലാക്മിയുടെ കാജൽ ഉണ്ടായത് കഴിഞ്ഞു, പിന്നെ ഫേസസ് കാനഡയുടെ കാജലുണ്ട്. അപ്പൊ ആദ്യം 1-2 കാജൽസിന്റെ പിക്ചേഴ്സ് ഒക്കെ ഞാൻ സ്ക്രീനിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾ കണ്ടു നോക്കാം. ബട്ട് നമുക്ക് അഫോർഡബിൾ ആയിട്ടൊക്കെ വാങ്ങാൻ പറ്റുന്ന എന്താ പറയാ ഡാസ്ലറിന്റെ ഈ കാജൽ. ശരിക്കും പറഞ്ഞാൽ ഈ കാജൽ എനിക്ക് കിട്ടിയത് ഈ ഒരു മസ്കാര വാങ്ങിയപ്പോ എനിക്ക് ഇതിന്റെ കൂടെ ഫ്രീ കിട്ടിയതാട്ടോ ഈ ഒരു കാജൽ. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ നെക്സ്റ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഈ ഒരു ഐലൈനർ ആണ്. ഇത് മേബ്ലിന്റെ കൊളോസിൽ ഐലൈനർ ആട്ടോ. നിങ്ങളൊരു ബിഗിനർ ആണ്, നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല ഷേപ്പില് ഐലൈനർ ലൈൻ ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐലൈനർ ആണ് ഈ ഒരു മേബിലിന്റെ കൊളോസിൽ ഐലൈനർ കേട്ടോ. അപ്പൊ എന്തായാലും നിങ്ങളുടെ കയ്യിൽ ഒരു ഐലൈനർ ഉണ്ടായിരിക്കണം. അപ്പൊ എന്തായാലും ബിഗിനേഴ്സ് ആയിട്ടുള്ള മേക്കപ്പ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവര് മേക്കപ്പ് സാധനങ്ങൾ ഇപ്പൊ ഓൺലൈനായിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ വാങ്ങാനായിട്ട് ഇങ്ങനെ തയ്യാറായിട്ടിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ വളരെയധികം ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അങ്ങനെ വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങളുടെ കമന്റുകളൊന്ന് പറയാട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ ഇത്രയും കണ്ടില്ല, അപ്പൊ ഒന്ന് ലൈക്ക് കൊടുക്കുക ആൻഡ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം. എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് തൊട്ടടുത്തൊരു കുഞ്ഞി ബെലൈക്കൺ ഉണ്ടാവും, അതും ഒന്നോളാക്കി ഇടുക. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. ടേക്ക് കെയർ ഓൾ.